നമസ്കാരം. വിനായക ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടി ലോകത്തുള്ള എല്ലാ ഭക്തജനങ്ങളും തയ്യാറെടുക്കുകയാണ്. പൊങ്കാലിടുന്നവർ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആറ്റുകാൽ പൊങ്കാലയുടെ ഫലസിദ്ധി എന്തെല്ലാമെന്ന് നോക്കാം. സ്ത്രീകളുടെ ശബരിമല എന്ന വിശ്വവിഖ്യാതമായ ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന മഹോത്സവമാണ് ആറ്റുകാൽ പൊങ്കാല. ജാതിമത ഭേദമന്യേ എല്ലാ ഭക്തർക്കും വലിപ്പ ചെറുപ്പമില്ലാതെ എല്ലാവർക്കും ദേവിക്ക് പൊങ്കാല സമർപ്പിക്കാം. ഉത്സവത്തിൻ്റെ 9ാം ദിവസമായ കുംഭമാസത്തിലെ പൂരം നക്ഷത്രത്തിലാണ് പൊങ്കാല ആഘോഷിക്കുന്നത്. പുതിയ മൺകലത്തിൽ തന്നെയാണ് പൊങ്കാല ഇടേണ്ടത്. ശരീരമാകുന്ന മൺകലത്തിൽ ഭൗതിക മോഹങ്ങളാകുന്ന ഉണക്കലരി തിളച്ചു പൊങ്ങി ഉണ്ടാകുന്ന പൊങ്കാല ദേവി സ്വീകരിക്കുന്നതോടുകൂടി ഭക്തർ പാപവിമുക്തരാകുന്നു എന്നാണ് സങ്കല്പം. ആറ്റുകാൽ പൊങ്കാല ദിവസത്തെ ക്ഷേത്ര ചടങ്ങുകൾ എന്തെല്ലാമെന്ന് നോക്കാം. പൊങ്കാല ദിവസം രാവിലെ ശ്രീകോവിലിൽ നിന്നും തന്ത്രി ദീപം അഗ്നി മേൽശാന്തിയെ ഏൽപ്പിക്കുന്നു. മേൽശാന്തി ആദ്യം കൊച്ചു തടപ്പള്ളിയിലും പിന്നെ വലിയ തടപ്പള്ളിയിലും അതിനുശേഷം മുൻപിലുള്ള ഭണ്ഡാര അടുപ്പിലും അഗ്നി കൊളുത്തുന്നു. അതിനുശേഷം ഭക്തർക്കായി അഗ്നി പകർന്നു കൊടുക്കുന്നു. ഉച്ചയ്ക്കാണ് പൊങ്കാല നിവേദ്യം നടത്തുന്നത്. പൊങ്കാല ദിവസം രാത്രിയിൽ 11:30 മണിയോടുകൂടി പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പ് പോയി പിറ്റേ ദിവസം ഉച്ചയോടുകൂടി തിരിച്ചെത്തുന്നു. അന്ന് വൈകുന്നേരം ഒരു നിശ്ചിത സമയം തീരുമാനിച്ച് ആ സമയത്ത് കാപ്പഴിച്ച് കൊടുങ്ങല്ലൂർ ഭഗവതിയെ തിരിച്ചയക്കുന്ന ചടങ്ങാണ്. അതിനുശേഷം രാത്രി 1 മണിക്ക് ഗുരുതിയോടുകൂടി ഉത്സവ ചടങ്ങുകളെല്ലാം സമാപിക്കും. പൊങ്കാല ഇടുന്നവർ പാലിക്കേണ്ട വ്രതാനുഷ്ഠാനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ഭക്തജനങ്ങൾ എല്ലാവരും പൊങ്കാല ഇടുന്നത് വളരെ വ്രതത്തോടു കൂടി ആയിരിക്കണം. സാധാരണ 9 ദിവസത്തെ വ്രതമാണ് എടുക്കേണ്ടത്. ഇല്ലെങ്കിൽ 7 ദിവസമെങ്കിലും എടുക്കുന്നത് നല്ലതായിരിക്കും. വ്രതനാളുകളിൽ കഴിയുന്നതും രാവിലെയും വൈകിട്ടും ക്ഷേത്രത്തിലെത്തി ദേവിയെ തൊഴുകയും അതുപോലെ ഒരു നേരം മാത്രം അരി ആഹാരം കഴിക്കുകയും രാവിലെയും വൈകിട്ടും ഫലവർഗ്ഗങ്ങളോ ഗോതമ്പ് ആഹാരങ്ങളോ കഴിക്കുകയും ബ്രഹ്മചര്യം നിലനിർത്തുകയും ചെയ്യുന്നതുകൊണ്ട് ദേവിയിൽ മനസ്സർപ്പിച്ച് പൊങ്കാലിടുകയാണെങ്കിൽ അതിൻ്റേതായ പൂർണ്ണഫലം ലഭിക്കുന്നതാണ്. പൊങ്കാല ഇടുമ്പോൾ പുതുവസ്ത്രം ധരിക്കണം. സാധാരണ പൊങ്കാലയ്ക്ക് പുതിയ വസ്ത്രം ധരിച്ചാണ് എല്ലാവരും പൊങ്കാല ഇടുന്നത്. അലക്കിയ വസ്ത്രമായാലും തെറ്റൊന്നുമില്ല. എങ്കിലും കൂടുതലും പുതിയ വസ്ത്രം ഇടുന്നതായിരിക്കും നല്ലത്. പൊങ്കാലയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. നമ്മൾ ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ഗണപതിയെ സ്തുതിക്കണം. ചെയ്യുന്ന കാര്യം നിർവിഘ്നമായി സമാപിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഗണപതിയെ സ്തുതിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് ഉത്തമം. ഗണപതിയെ സങ്കല്പിച്ച് ഒരു വിളക്ക് വയ്ക്കുകയും കുറച്ച് അവിലൊക്കെ വയ്ക്കുന്നതും നല്ലതായിരിക്കും. ഇത് ഫലപ്രാപ്തി കൂടുതൽ വേഗം ലഭിക്കാൻ സഹായിക്കും. പുലവാലായ്മ, മാസമുറ, പ്രസവം എന്നിവ കഴിഞ്ഞ് ഇപ്പോൾ പൊങ്കാല ഇടണം. നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധമായിരിക്കുന്ന സമയത്ത് വേണം നമ്മൾ പൊങ്കാല ഇടുവാൻ. പുല ചിലർക്ക് 12 ദിവസവും മറ്റു ചിലർക്ക് 16 ദിവസവുമൊക്കെ ആയിരിക്കും. എങ്കിലും 16 ദിവസം കഴിഞ്ഞ് പൊങ്കാല ഇടുന്നതാണ് നല്ലത്. 17 രാത്രിയെങ്കിലും കഴിഞ്ഞാൽ ഉത്തമം. മാസമുറ കഴിഞ്ഞ് 8 ദിവസമെങ്കിലും കഴിയുന്നതും അവർക്ക് തന്നെ സ്വയം ശുദ്ധമാണെന്ന് തോന്നുന്ന സമയമാണ് നല്ലത്. പൊങ്കാല ഇടുമ്പോൾ ജപിക്കേണ്ട മന്ത്രം. നാം പൊങ്കാല ഉണ്ടാക്കുമ്പോൾ പൂർണ്ണമായും ദേവിയെ മനസ്സിൽ ധ്യാനിക്കണം. അതിന് നമ്മൾ സർവമംഗള മംഗല്യേ ശിവേ എന്നുള്ള മന്ത്രമോ അല്ലെങ്കിൽ അമ്മേ നാരായണ ദേവി നാരായണ എന്ന മന്ത്രത്തോടു കൂടി തന്നെ നിവേദ്യം ഉണ്ടാക്കുന്നത് മനസ്സ് ഏകാഗ്രമായി കിട്ടുന്നതിന് സഹായിക്കും. പൊങ്കാല തിളച്ചു തൂങ്ങുന്ന ദിക്കിൻ്റെ പ്രാധാന്യം. പൊങ്കാല തിളച്ചു പൊങ്ങി നേരെ കിഴക്ക് ദിക്കിലേക്കാണ് ആദ്യം തൂകുന്നതെങ്കിൽ അത് നമ്മൾ ഉദ്ദേശിച്ച കാര്യം ഫലപ്രാപ്തി നമുക്ക് എത്രയും പെട്ടെന്ന് ഉണ്ടാകുമെന്നാണ് സൂചിപ്പിക്കുന്നത്. കടും പായസത്തിൻ്റെ പ്രാധാന്യം. ദേവിക്ക് ഏറ്റവും ഇഷ്ടം കടും പായസം തന്നെയാണ്. ദേവിക്ക് കടും പായസത്തിൽ പെട്ടെന്ന് പ്രീതി ഉണ്ടാകും. വെള്ളച്ചോറ്, തെരളി, മണ്ടപ്പൂറ്റ് എന്നിവ നിവേദിക്കുന്നത് ഏത് കാര്യസിദ്ധിക്കാണ്. വെള്ളച്ചോറ് ദേവിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എല്ലാ ദേവന്മാർക്കും പൂജയ്ക്ക് വെള്ള നിവേദ്യം വേണമെന്നതാണ്. അത്രയ്ക്ക് പ്രാധാന്യം വെള്ളച്ചോറിനുണ്ട്. അതേപോലെ മണ്ടപ്പുറ്റ് ശിരോരോഗം പോലെയുള്ള അസുഖങ്ങൾ മാറാൻ നല്ലതാണ്. തെരളിയട ധനധാന്യ സമൃദ്ധിയൊക്കെ ഉണ്ടാകുവാനും ദേവീ പ്രീതി ലഭിക്കുവാനുമൊക്കെ നല്ലതാണ്. വ്രതം എപ്പോൾ മുറിക്കണം. പൊങ്കാല നിവേദ്യം കഴിഞ്ഞ് ആ പൊങ്കാല നിവേദ്യത്തിൻ്റെ ഒരംശം നമ്മൾ സേവിച്ചു കഴിയുമ്പോൾ തന്നെ ഭഗവതിയുടെ അനുഗ്രഹം ലഭിക്കും. എങ്കിൽ കൂടി പിറ്റേ ദിവസം തീർത്ഥം തളിക്കുകയോ പ്രസാദം കഴിക്കുകയോ ചെയ്യുന്നതും നല്ലതാണ്.
കൂടാതെ നിവേദ്യം കഴിഞ്ഞ് ദേവിയോട് ക്ഷമാപണം കൂടി ചെയ്യണം. അറിഞ്ഞോ അറിയാതെയോ ഉള്ള എല്ലാ തെറ്റുകളും ക്ഷമിക്കുക എന്നതാണ് ദേവിയോട് നടത്തേണ്ട ക്ഷമാപണം. പൊങ്കാല മൺകലത്തിലിടേണ്ടത് നിർബന്ധമുണ്ടോ? തീർച്ചയായും മൺകലത്തിൽ തന്നെയാണ് പൊങ്കാല ഇടേണ്ടത്. ഒരു പ്രാവശ്യം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ മൺകലം പിന്നീട് ഉപയോഗിക്കുന്നത് നല്ലതല്ല. അതുകൊണ്ട് പുതിയ മൺകലത്തിൽ തന്നെ പൊങ്കലിടാൻ ശ്രമിക്കുക. പൊങ്കാല പ്രസാദം അധികം വന്നാൽ എന്തു ചെയ്യണം? പൊങ്കാല അധികം വരികയാണെങ്കിൽ ഏതെങ്കിലും ജലാശയത്തിൽ ഒഴുക്കുന്നതാണ് ഉചിതം. കഴിവതും പൊങ്കാല പ്രസാദം എല്ലാവർക്കും കൊടുത്തു തീർക്കാൻ ശ്രമിക്കുക.